അവർ റിലേഷൻഷിപ്പിൽ മാത്രമേ ഉള്ളൂ, ലീഗലി മാരീഡ് അല്ല. ലീഗലി മാരീഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്ത ആളെ കല്യാണം കഴിക്കും? ലീഗലി ഡിവോഴ്സ് വേണ്ടേ? അതാണ് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങൾ മ്യൂച്വലി കൺസെൻറ്റിൽ പിരിഞ്ഞിട്ടില്ല, വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും അപ്പോൾ വിഡ്ഢികളൊക്കെ ആയിരുന്നു. ഇന്ന വിദ്യാർത്ഥിയുടെ പോട്ടെ, നമ്മൾ പൊട്ടത്തി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയണത്. ഇല്ല അല്ലെങ്കിൽ എന്താ പറയുക, ഇനിയിപ്പോൾ എൻ്റെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല, ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് തരത്തിൽ നിങ്ങളെന്നോട് പറ്റിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ തരത്തിലാക്കി തന്നതാ. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയും. അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരാളുടെ സ്നേഹത്തിന് പുല്ലുവില കൊടുത്ത ഒരാളാണ് ഈ പറയുന്ന ബാല. ബാലയെ എലിസബത്ത് ഒത്തിരി സ്നേഹിച്ചിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എലിസബത്ത് ഒരു കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന എലിസബത്ത് തന്നോട് ബാല ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൻ്റെ അകത്ത് പോസ്റ്റുകൾ ഇട്ടിരുന്നു. അത് പലർക്കും മനസ്സിലാകാതെ പോയി. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് പുള്ളിക്കാരി അതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് കൈകൾ വിറയ്ക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി അത് പറഞ്ഞു വെച്ചത്. വളരെ വിഷമത്തോടു കൂടിയാണ് പുള്ളിക്കാരി ആ ഒരു പോസ്റ്റ് ഇട്ടത്. ഇപ്പോഴിതാ എല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും, തനിക്കെതിരെ ഉണ്ടായ കാര്യങ്ങളും തനിക്കെതിരെ ആരാണോ ഗെയിം കളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന എലിസബത്ത് വീഡിയോ ഇട്ടിരിക്കുകയാണ്. കസ്തൂരി എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്നും അതോടൊപ്പം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും വന്ന് കമൻറ്റുകൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബാലയുടെ നിർദ്ദേശപ്രകാരമുള്ള ആളുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബാലയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുകളുമുണ്ട് എന്നും എലിസബത്ത് ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും എലിസബത്ത് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കിയേ, വളരെ സങ്കടം തോന്നും. പലവട്ടം പല പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ഈ പറയുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു ഈ എലിസബത്ത് ഉള്ളപ്പോൾ. അങ്ങനെയാണ് എലിസബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ ബാലയെ എന്നിട്ട് ഈ ബാല വന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ വന്നിട്ട് കേരളക്കാരെ പറ്റിക്കാൻ ഫുഡ് ഉണ്ടാക്കി തിന്നുന്ന വീഡിയോ, ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ച് മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറ്റിക്കപ്പെടുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ്. ഇവനെ നമ്മൾ വിചാരിച്ചു വേറൊരു നാട്ടിൽ നിന്ന് വന്നവനല്ലേ, നമ്മളെ കേരളക്കാരെ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും ഇവൻ നമുക്കിട്ട് നല്ല പണിയാണ് തരുന്നത്. ഇവന് കേരളക്കാരെ ഇഷ്ടമേ അല്ല. ഇവനെയൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, അവരെ പറഞ്ഞാൽ മതി. എന്തായാലും എലിസബത്ത് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. ഇതിനു മുമ്പ് അമൃത വന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ എലിസബത്ത് ഇതുവരെയായിട്ടും മിണ്ടാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് എലിസബത്ത് പോസ്റ്റായിട്ട് ഇട്ടത്. അതിൽ പലർക്കും മനസ്സിലാകാത്ത പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ എലിസബത്ത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കി. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വീണ്ടും ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓ മൈ ഗോഡ്. എനിക്ക് ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഒന്ന് അയച്ചുതരണം. പിന്നെ ഒരു കല്യാണം കഴിച്ച ആൾക്ക് ഇനിയിപ്പോൾ ഇത് കല്യാണം അല്ല എന്നല്ലേ പറയണേ. എനിക്കിനി ബോയ് ഫ്രണ്ട് ഉണ്ട്, 10 പേരുണ്ട്, 100 പേരുണ്ട്, 300 പേരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം ആവേണ്ട കാര്യമില്ല. തെറ്റാര് ചെയ്താലും എപ്പോൾ ചെയ്താലും അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾറെഡി റിലേഷനിലിരിക്കുമ്പോൾ 4-5 ആൾക്കാരായിട്ട് പോണതാണോ? ഓൾറെഡി ഓപ്പോസിറ്റ് ആൾ വേറെ കെട്ടിയിട്ട് പിന്നെ വേറെ ആൾ റിലേഷനിൽ പോകണതാണോ കുഴപ്പം? അതും ഒരു റിലേഷനൊന്നല്ല. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആവണത് ഓക്കെ, പക്ഷെ പുള്ളി ഒരു 4-5 എണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ടു മച്ച്. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറൊക്കെ ഇത്ര കോമണായി, നമ്മൾ ഇത്തിരി ഔട്ട്ഡേറ്റഡായി. സോറി, അത് വേറെ കാര്യം. ഉള്ളത് വീണ്ടും എലിസബത്ത് ഇസ് പോസ്റ്റിംഗ് വീഡിയോ വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട്. അവരെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെ സഫർ ചെയ്യുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ. വുമൻ കാർഡ് ഇറക്കി ഡ്രാമ കളിക്കുന്നത് എന്താണ്? എന്തിനല്ലേ ഇങ്ങനെ വുമൻ കാർഡൊക്കെ ഇറക്കിയിട്ട് ഡ്രാമ കളിക്കണേ? ഇത്ര ഡ്രാമ കളിച്ചിട്ട് ആൾക്കാരൊന്നും കാണുന്നില്ല, അത് വേറെ കാര്യം. ഓ മൈ ഗോഡ്. ആക്ച്വലി കുറച്ച് കരഞ്ഞിട്ടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ, പക്ഷേ എനിക്ക് ആക്ച്വലി കോമഡി ആയപ്പോൾ തോന്നണം. ആദ്യത്തെ ദിവസം ഭയങ്കര വിഷമിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഡോക്ടർ ചെയ്യുന്നതായിരുന്നു. ബേസിക്കലി നിങ്ങൾക്ക് ഡോക്ടർമാരുടെ കൈയക്ഷരം അറിയാലോ. പിന്നെ അതുമാത്രമല്ല, ഒരാൾ വിഷമിച്ചിട്ട് എഴുതുമ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, മറ്റേതുണ്ടോ, മറിച്ചുണ്ടോ. ആക്ച്വലി നമ്മൾ അങ്ങനത്തെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇട്ടാലാണ് നമ്മൾ ഡൗട്ട് അടിക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇത്ര വിഷമത്തിൽ എഴുതുമ്പോൾ കൈ വരയ്ക്കണമെന്ന് അടക്കം ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നോട് കുറച്ച് ആൾക്കാർ മെസ്സേജിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. നല്ല ആൾക്കാർ, അതായത് ഇതുപോലത്തെ ആൾക്കാർ കുറേ അങ്ങനത്തെ കുറേ കുറേ കുറ്റങ്ങൾ പറഞ്ഞിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും അത് ആലോചിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വിഷമമായിരുന്നു അത് കണ്ടപ്പോൾ. കാരണം എനിക്കെങ്ങനെയാണ് നോക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അവർക്കും അറിയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നാവ് പോന്നുണ്ടല്ലോ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഈ നാവ് പോന്നുണ്ടല്ലോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്.
എനിക്കൊക്കെ ചെറിയൊരു സഹായം ചെയ്താൽ അവനെ ഞാൻ എൻ്റെ ജന്മത്തിൽ മറക്കത്തില്ല. പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന്. ഓരോ 2 മാസം കൂടുമ്പോൾ 10-20 ദിവസം ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആക്ച്വലി ഹണിമൂണിന് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അവിടെ ചോര ഛർദ്ദിച്ചിട്ടും ICU-ആയിട്ട് അപ്പോൾ ICU-ലേക്ക് പറയും എന്നെ ICU-ൽ കയറ്റണം, ഇവള് ഒപ്പുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ല എന്ന്. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ എല്ലാം പറ്റണത് ഞാൻ കാരനാന്ന് പറയുമ്പോൾ ആക്ച്വലി ഒന്നിനും ഇടപെടണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നായിരുന്നു. ഓ മൈ ഗോഡ്. അടുത്ത കമൻറ്റ്. You should ask the other 2 women why they slept with him. Obviously they like sleeping with him, didn't they? നിങ്ങളിടയിൽ വന്ന് കിടന്നിരുന്നു ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. Ask your questions to them because it is a woman who decide the relationship with a man. ഓ മൈ ഗോഡ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ നീ എന്നെ കാണില്ല, അതുപോലെ തന്നെ നിൻ്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ടില്ല, ഞാൻ എന്നെ ഇറക്കിയിട്ട് കല്യാണമാക്കിയത്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നെ വേറെ ആൾക്കാർക്ക് വിൽക്കുമോ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ വേറെ അങ്ങനെയും സംശയിക്കേണ്ടിയിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ. പക്ഷേ നേരെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയുടെയും മുമ്പിൽ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടു. അത് അമ്മയുടെ സ്വർണ്ണമാണ്, അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒക്കെയാണ് പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഇത്ര തവണ അത് സ്വർണം തന്നെയാണോ എന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെഡ്ഡിങ് ചെയിൻ ഇടുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എത്ര കയക്കിയിട്ടുണ്ടെന്ന് ആർക്കറിയാം, അത് വേറെ കാര്യം. അന്ന് തന്നെ എൻ്റെ FB ഡിലീറ്റ് ചെയ്തു. വെറുതെ കൂടെ കിടക്കാൻ വരുന്ന ആൾക്കാരുടെയൊക്കെ FB ഡിലീറ്റ് ചെയ്യണേനെ FB ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഫോൺ എറിഞ്ഞ് പൊട്ടിക്കേണ്ട ആവശ്യം എന്താ? അവരുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് തെറി പറയേണ്ട ആവശ്യം എന്താ? അവനെ കൊല്ലുന്നു പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യം എന്താ ഫ്രണ്ട്സിന് ഒരു കൂടെ കിടക്കാൻ വരുന്ന പെണ്ണുങ്ങളുടെ? ഓ മൈ ഗോഡ്. പിന്നെയുണ്ട് കേസുകൾ, അത് വേറെ, അതൊക്കെ ഇനി അടുത്ത കമൻറ്റ് ചെയ്യാൻ ശേഷം. ഇതെന്തായാലും വിടില്ല എന്നൊക്കെ അറിയാം, കാരണം ഇത് അത്ര കാലത്തെ ബന്ധമാണ് ഈ ഇവർ തമ്മിൽ. സോ ഇത് ഇപ്പോൾ ഈ ഒരു റിപ്ലൈ വീഡിയോ ഇട്ടുകൊണ്ട് ഇവർ നിർത്തില്ല എന്നുള്ളത് 100% ഷുവറാണ്. ചിലപ്പോൾ പേര് മാറ്റിയായിരിക്കും, ചിലപ്പോൾ ഈ പേരിൽ ഇവരല്ല, ചിലപ്പോൾ ആണിനെയൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആരാന്ന് മനസ്സിലായി. എനിക്ക് കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം ഇതൊക്കെ ഞാൻ എഴുതിയിടുമ്പോഴേക്കും കുറേ സമയമാവും, ആൾക്കാർക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ടിടാന്ന് വിചാരിച്ചത്. ഞാൻ ഇത്രയൊക്കെ ഇങ്ങനെ തൊണ്ട പൊളിച്ചിട്ട് പറയുന്നുണ്ട്, 3 ദിവസമായിട്ട് ഇങ്ങനെ വിധിയുണ്ട്. ആരൊക്കെയോ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺസേൺഡ് ഹെൽപ്പ് ലൈൻ ഫോറംസിക്കൊക്കെ മെസ്സേജ് വിടുന്നുണ്ട്. പക്ഷെ പലതിനും തന്നെ റിപ്ലൈ, ആ കുട്ടി എങ്ങാനും സൂയിസൈഡ് ചെയ്താലോ? ഇല്ല, ഷീ ഈസ് എ ബോൾഡ് ഗേൾ, ഷീ വിൽ ഫൈൽ കേസ്. ഓക്കെ. പിന്നെ അടുത്തത്, അവരെന്തെങ്കിലും ചെയ്താൽ ഇവരെ ഭീഷണിപ്പെടുത്തി ഇനി എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അവരുടെ വീട്ടുകാരനെ, അതൊന്നും ഉപദ്രവിക്കില്ല, അങ്ങനെ ഉപദ്രവിക്കണമെന്ന് ഇവിടെ നടക്കില്ല. എന്നാലും അനങ്ങാനൊരു ചാൻസ് ഒന്നും ഇല്ല. അടിപൊളി. ഞാൻ ഏത് ഫോറംസിലേക്കൊക്കെയാണ് വിട്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇതാണ് അവസ്ഥ. ഇതിന് എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവർ റിലേഷൻഷിപ്പിൽ മാത്രമുള്ളൂ, ലീഗലി മാരീഡ് അല്ല. ലീഗലി മാരീഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്ത ആളിനെ കല്യാണം കഴിക്കും? ലീഗലി ഡിവോഴ്സ് വേണ്ടേ? അതാണ് ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങൾ മ്യൂച്വലി കൺസെൻറ്റിൽ പിരിഞ്ഞിട്ടില്ല, വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും അപ്പോൾ വിഡ്ഢികളാക്കുക ആയിരുന്നോ? ഇന്ന വീട്ടിയാക്കിയത് പോട്ടെ, നമ്മൾ പൊട്ടത്തി അല്ലെങ്കിൽ ലൂസ് കേസ് എന്നൊക്കെയാണ് എല്ലാവരോടും പറയണത്. പക്ഷേ ഇത്ര ആൾക്കാരുടെ മുന്നിലൊക്കെ നടത്തിയിട്ട് ഫംഗ്ഷനും ഇതൊക്കെ നടത്തി ഞാനത് കല്യാണമെന്ന് വിചാരിച്ചു, എന്നോട് അത് കല്യാണമെന്ന് പറഞ്ഞു. പിന്നെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം അതെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഇവരും പറഞ്ഞായിരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ മീഡിയയിലുള്ള ആൾ. എനിക്കറിയാം ഇയാളുടെ ഹൊറോസ്കോപ്പ് ഇങ്ങനെ ഇപ്പോൾ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇവരൊക്കെ ഭയങ്കര വലിയ കുടുംബമാണ്, ഇവരൊന്നും ചതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ പറയുന്നുണ്ട്, ഞാൻ സ്നേഹിച്ച ആൾ പറയുന്നുണ്ട്, ഇങ്ങനെ വലിയ വലിയ പൊസിഷനുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അതെ, ഹീസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. എന്നോടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. കാരണം മുമ്പുള്ള ആൾ പുള്ളിക്കാരനെ പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കി, അതുപോലെ തന്നെ പല മോശമായിട്ടുള്ള കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലത്തെ ഡോക്ടറിനെ കൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ജീവിതത്തിൽ, സത്യമാണ്. 2 ഒരു കസ്റ്റംസ് ഓഫീസറാണോ അത് വേറെ എന്തോ ഓഫീസറാണോ എന്ന് എനിക്കറിയില്ല. കേരളം മോൻ കണ്ടാൽ നന്നായിട്ട് തിരിച്ചറിയും, പേര് ഞാൻ വേണമെങ്കിൽ ഓർത്തിട്ട് കിട്ടും. അപ്പോൾ ആ പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാനും ഇവനും കൂടി വന്നപ്പോഴാണ് ഞാൻ മോശമായ സാഹചര്യത്തിൽ കണ്ടത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇത്രയൊക്കെ വലിയ കാര്യം നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ സത്യമായിരിക്കുന്നു ഞാൻ അന്ന് വിചാരിച്ചു. അപ്പോൾ പുരിയല്ല ഇപ്പോൾ പുരിയത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. മാരിറ്റൽ അബ്യൂസ്, ഈസ് എ വിക്ടിം ഓഫ് മാരിറ്റൽ അബ്യൂസ്. നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയണേ. അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ ഈ ഒരിക്കലൊന്നും പറയാപ്പോൾ വയ്യ, ടു മച്ച്.
ആ നടന്ന കാര്യം എനിക്ക് ടൈം കിട്ടുമ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്തായാലും ഇതൊന്നും കേസാവാൻ പോണില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഒരു ഉദ്ദേശം മനസ്സിലായി. അതുപോലെ തന്നെ ആരും സഹായിക്കാനുണ്ടാവില്ല എന്നും മനസ്സിലായി. പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈവൻ എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ പോലും എനിക്ക് സമാധാനമുണ്ട്. എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം, എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ പേടിപ്പിച്ചിട്ടൊക്കെ നിർത്തുന്ന ആൾക്കാർ, പാവപ്പെട്ട സ്ത്രീകൾ. ഞാനും പാവാട്ടോ, ഞാൻ അത്ര വലിയ ഭയങ്കരമൊന്നുമല്ല. ബട്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഡിപ്രഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ പാരൻസും ഉണ്ട്. സോ അതുപോലെ തന്നെ ആരും ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പ്രത്യേകിച്ച് കുഴപ്പങ്ങളും ഇല്ല. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ നിങ്ങളെ സഹായിക്കും? അതെനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഞാൻ ഇങ്ങനെ വായ കയറിയിട്ട് നടന്നതൊക്കെ ഒരു നാണക്കേടില്ലാണ്ട് പറയുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്, ഈവൻ ഇന്നെ ഡ്രസ്സില്ലാത്ത ചിത്രം പോലും പുള്ളി ചിലപ്പോൾ പുറത്തു വിടും. അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോ പറയും. ഇങ്ങനെ ആൾ വിഷം കൊടുത്തു എന്നൊക്കെ മുമ്പത്തെ ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഓക്കെ, മരുന്ന് കൊടുത്തിട്ട് തെറ്റിച്ചു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് കുറവാണ്, അത്രയ്ക്ക് തെറ്റ് പറഞ്ഞിട്ടില്ല. എന്തോ നോക്കിയതിൻ്റെ ഇത്തിരി സ്നേഹം, അല്ലെങ്കിൽ ലൂസ് മോഷനൊക്കെ കഴിയേണ്ട ഇത്തിരി സ്നേഹമായിരിക്കും അതെന്ന് വിചാരിക്കണം. അത് മരുന്നിലൊതുക്കിയത്. പിന്നെന്താ, ആരേനെ പറ്റി പറഞ്ഞ എന്തൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞായിരുന്നു, ഞാൻ കണ്ടായിരുന്നു അത്. ഓ മൈ ഗോഡ്, അടുത്ത ഇൻട്രസ്റ്റിംഗ് കമന്റ്. ഹി ഈസ് അലൈവ് ടുഡേ ബിക്കോസ് ഓഫ് doctors who did the surgery, his family members who made critical decision about his surgery, oh my god, and treatment, his wife, and God's grace. If Elizabeth did something beneficial for him, she would have mentioned. Actually മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചിലപ്പോൾ ഈ ചേച്ചി കണ്ടിട്ടുണ്ടായിരിക്കില്ല. Neither Elizabeth is talking about their past relationship because they ended it mutually. എൻ്റെ അറിവിൽ ഞാൻ മ്യൂച്വലി ആരായിട്ടും ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടില്ല. പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്, ഇത്ര കാലം പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നുണ്ട്. പക്ഷെ ഇത്ര വൃത്തിയോട്ടൊക്കെ കമൻറ്റ് ഇത്ര കാലമായിട്ട് നിർത്തിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഇതൊക്കെ ഇടുന്നതാ, ശരിക്കും സഹിക്കാൻ പറ്റാണ്ടിരുന്നതാ. ഡോണ്ട് പുൾ എലിസബത്ത് അൺനെസസറിലി ആൻഡ് സ്പോയിൽ ഹെർ നെയിം. ഓ മൈ ഗോഡ്, ഇത്ര സ്നേഹം എൻ്റെ നെയിം സ്പോയിൽ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇഫ് യു കെയർ ഫോർ എലിസബത്ത് ജസ്റ്റ് കീപ് യുവർ മൗത്ത് ഷട്ട് ആൻഡ് ലെറ്റ് ഹെർ ലിവ് ഹെർ ലൈഫ്. ഞാൻ ലിവ് ചെയ്യുന്ന ലൈഫ് ഭയങ്കര ലൈഫായിട്ട് ഇപ്പോൾ നിങ്ങളൊക്കെ തന്ന ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ കമൻറ്റിലെ ഡോക്ടേഴ്സ് കൂടി ഇട്ട് സർജറി പറയാൻ പറ്റില്ല, ഭയങ്കര നന്ദിയുണ്ട്. സുധീന്ദ്രൻ സാറ് ഒരു രക്ഷയില്ല. അതുമാത്രമല്ല, ഒരു ഡോക്ടറിൻ്റെ പേരിക്ക് ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരൊക്കെ അടിപൊളിയായിരുന്നു, വലിയ ആൾക്കാരാണ്. ഐ എം ഫാൻ. പിന്നെ ഡോണറിൻ്റെ കേസ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു പരിചയമില്ലാത്ത ആൾ വന്നതാണ്. പക്ഷേ അതിൽ വേറെ കുറേ കളികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓൾറെഡി വലിയ വീഡിയോ ഒക്കെ ഞാൻ ഇത്ര വലിയ വീഡിയോ ഒന്നും ഇടാറില്ല. അതിൻ്റെ കളി കുറച്ച് സ്പെഷ്യൽ ലൂപ്പുകളാണ്, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്തായാലും ഇതിപ്പം പ്രത്യേകിച്ച് ഇതിനിപ്പോൾ ഒരു ഉത്തരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ, അപ്പോൾ അത് പിന്നെ പറയാം. പിന്നെ ഹിസ് ഫാമിലി മെമ്പേഴ്സ് ഹു മേഡ് ക്രിട്ടിക്കൽ ഡിസിഷൻ. ഇങ്ങനെ ഈ കോമയിലേക്ക് പോവുക, പാരലൈസ്ഡ് ആവുക, ഇയാളെ വെന്റിലേറ്ററിലാക്കുക, അതുപോലത്തെ ഡിസിഷനിലൊക്കെ ഇവരുടെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാനുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. രാത്രി 5 മണിക്കാണ് പുള്ളീനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, വീണ്ടും ബ്ലീഡിങ് ആയിട്ട്. INR ക്രിട്ടിക്കൽ. പുള്ളി ഭയങ്കര അക്രമമായിരുന്നു, ടെൻഷൻ അടിച്ച് ചത്തു എന്ന് പറയാം. അതൊക്കെ ഇപ്പോൾ വെറുതെ അല്ല, വേറെ ആൾക്കാരായിരുന്നല്ലോ അവിടെ. പിന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ അപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട്, എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. വന്നിട്ട് സർജറിയുടെ സമയത്ത് പുള്ളിയുടെ ബ്രദറും അതുപോലെ തന്നെ ചേച്ചി എത്തി. എന്നിട്ട് അവർ നെക്സ്റ്റ് ഡേ തന്നെ അവർ പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവർ പണിക്കാരി പോലെയാണോ കണ്ടിരുന്നത്? ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എത്തിയിട്ട് മൂത്രമൊക്കെ കഴുകുക, അത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ പോയി പണി നോക്കിക്കോ, എൻ്റെ ക്രെഡിറ്റൊക്കെ എൻ്റെ ആൾക്കാണ്, അതായിരുന്നു നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി. എന്നാൽ മിനിമം ആ ചെയ്ത കൂലിക്ക് നമുക്ക് ഒന്ന് കാശൊക്കെ തരേണ്ടത്. സീരിയസ്ലി, നമ്മളൊരു പണിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഭാര്യയല്ല എന്ന് പറയുന്നു, പിന്നെ എന്തിൻ്റെ കേട്ടിനെ ഞാൻ നിങ്ങളുടെ ഈ മോഷനൊക്കെ കഴുകുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങാണ്ടിരുന്നിട്ട് നിങ്ങളുടെ ഡ്രിപ്പ് തീരുമോ നോക്കുക, നിങ്ങളുടെ അത് കഴുകുക ഇത് കഴുകുക, നിങ്ങളുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. അവരും പറഞ്ഞു ഇനിയൊരു സ്ത്രീയും ഈ വീട്ടിൽ കയറില്ല, എൻ്റെ പ്രോമിസാന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. കുറേ കാലമാകും പല പെണ്ണുങ്ങളായിട്ട് നടക്കണു. ഇനി എലിസബത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇനി വേറൊരു പെണ്ണും കയറില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. അവരെനിക്ക് ഒന്നും കൂടി ഉറപ്പ് തന്നിട്ടൊക്കെ പോയത്. പക്ഷേ പുള്ളിയുടെ ഹെൽത്ത് റെഡി ആയപ്പോൾ ആർക്കും വാക്കുമില്ല, ആൾക്കാരനെ കാണുന്നുമില്ല. പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവർ പോയി. അടിപൊളി. അവരോടൊന്നും എനിക്കൊരു വിഷമമില്ല, ഭയങ്കര സ്നേഹം മാത്രം. പക്ഷേ വീണ്ടും ഇത്രയൊക്കെ നമ്മൾ വേണ്ട ഇതിൽ ഇടപെടണ്ട. ഇന്നെ ഈ പേടിച്ചിരുന്നിരുന്ന ഇന്നെ കൊണ്ട് ഇപ്പോൾ ഒരു 37 മിനിറ്റ് വീഡിയോ ആയിട്ടും ഇന്നെ നിർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കാരണം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു കുറച്ച് കാലം കൂടെ താമസിച്ചാണല്ലോ, അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആദ്യം തന്നെ ഒന്നെങ്കിൽ തോക്കായിട്ട് വരും, വാളായിട്ട് വരും, അല്ലെങ്കിൽ ഗുണ്ടകളിനെ വിടും, അല്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കും. കേസ് കൊടുക്കണം ഞാൻ കുറവ് കണ്ടോണേ, അല്ലെങ്കിൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര അറ്റാക്ക്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് പതുങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്ലാനിങ് ആണെന്ന് മനസ്സിലായി. ഈ ട്രഡീഷണൽ വുമൻ അല്ലാത്ത കാരണമല്ലേ ഒരാൾ ഇനി ഉണ്ടാവില്ല, ഇറങ്ങി വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയത്.
അല്ലെങ്കിൽ കൊലസ്ത്രീയും അല്ലെങ്കിൽ എന്താ ട്രഡീഷണൽ വുമനൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഇറങ്ങി പോവോ? അതുകൊണ്ടല്ലേ അമ്മയൊക്കെ വന്നിട്ട് താലിയിട്ടപ്പോൾ, അമ്മയൊക്കെയുള്ള പ്രസൻസിൽ താലിയിട്ടപ്പോൾ വിശ്വസിച്ചത്, ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയത്, അവിടെ വെച്ചിട്ട് തന്നെ പലതും സംഭവിച്ചത്. പിന്നത്തെ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത്രയ്ക്കും മോശമായിട്ട് ഒരു കുട്ടീനെയും ഇതൊക്കെ ആയിട്ട് പറിച്ച് പറയുമ്പോൾ നിങ്ങൾ പലരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര കാലം നിങ്ങളുടെ പല ക്രിമിനൽ കഥകൾ വരുമ്പോഴും നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് മേടിച്ചിരുന്ന ആ കുട്ടിയുടെ പേരില്ല. അതിനെ നന്നെങ്കിലും കാണിക്കടോ. എത്ര പ്രാവശ്യം അവരുടെ ഫോൺ ലീക്ക് ചെയ്തിട്ടുണ്ട്. ഫോൺ ലീക്ക് ചെയ്ത് പല മീഡിയകൾക്കും കൊടുത്തിട്ട് അയ്യോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. മുമ്പൊക്കെ അതൊക്കെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്താ പറയാം. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അതിനൊന്നും കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നാളെ ചിലപ്പോൾ ഒരു കേസ് വരെയായിരിക്കും. കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ടാണ് ഇതിൽ ഇറങ്ങിയോണേ. എനിക്ക് മതിയായി പേടിച്ചിട്ടിരുന്നിട്ട്. ഈ പേടിച്ചിട്ടിരുന്നിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ പേടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നെങ്കിൽ ഓക്കെ നിങ്ങൾ പോലീസ് പിടിച്ചിട്ടിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാസം വന്നിട്ട് ഇത് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ കുറച്ച് കാലം ജയിലിൽ വിട്ടിട്ട് പിന്നെ നമ്മുടെ ചെറുത്താനെ നിർത്തിയ പോലെ ജയിലിലിട്ട് ഫോട്ടോ എടുത്തിട്ട് നാണം കിട്ടും. ആക്ച്വലി ഇത്രയൊക്കെ നാണം കിട്ടും. ഞാൻ ഇനിയിപ്പോൾ ജയിലിൽ കയറുമ്പോൾ കൂടുതൽ നാണം കിടുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ചെറിയാണ്. മൈ ഗോഡ്, ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ലേ? ആരെങ്കിലും പോവോ ഇയാളുടെ കൂടെ? എനിക്കന്ന് അതൊന്നും പുരിയല്ലേ, ഇപ്പോൾ പുരിയത്. അങ്ങനെ അപ്പോൾ അത്ര നാണം കെട്ടിരിക്കണ എനിക്ക് ഞാൻ ഓൾറെഡി ഒരു ജയിൽ പോലത്തെ അവസ്ഥയിൽ നിന്നൊക്കെയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് ജയിലിന് ഇത്തിരി വിശ്വാസമുണ്ട്. അതിൽ ഓക്കെ നടടിയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ. അതൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. കുഴപ്പമില്ല, ഇത്രയും നമ്മൾ അടി കിട്ടാനും നല്ല പ്രാക്ടീസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ പല വൃത്തികെട്ട രീതിയിലുള്ള അറ്റാക്കൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പ്രാക്ടീസ്ഡാണ്. അതുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ. എനിക്ക് 3 വർഷം ഭക്ഷണം കിട്ടാണ്ടൊക്കെ ഇരുന്നുണ്ട്. നമ്മളതിനെ റൂമിലൊക്കെ പൂട്ടിയിട്ടിട്ട്. സോ ടാപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ജയിലിൽ വരില്ല എനിക്ക് തോന്നുന്നു. സോ അതൊന്നും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. ഞാൻ എന്തിനും ഇത് ചെയ്യാണ്. നിൻ്റെ വീട്ടുകാരും നാണം കേടാൻ കുഴപ്പമില്ല. വീട്ടുകാർക്ക് നിൻ്റെ സമാധാനത്തിന് എന്താ തോന്നുന്നത് വെച്ചാൽ നീ ചെയ്തു എന്നങ്ങോട്ട് പറഞ്ഞു. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇനി എത്ര കാര്യത്തിൽ പെടും. ഞാൻ ഞങ്ങളുടെ കല്യാണ സമയത്ത് ഒരു ആയുർവേദ ഡോക്ടർ വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ കുറേ മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. അവർ എനിക്കറിയില്ല, അന്ന് എന്നോട് വട്ട് കേസാണ് പറഞ്ഞത്, എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുകയെന്നൊക്കെ എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ അതും വിശ്വസിച്ചു. അപ്പോൾ അവരുടെയൊക്കെ പ്രാക്കായിരിക്കും ഇപ്പം ഞാൻ ഈ അനുഭവിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ അനുഭവിക്കേണ്ട സാധനങ്ങൾ നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും അനുഭവിക്കും. പക്ഷേ ഇത് ഭയങ്കര മോശം ആണ് ഈ കുട്ടീനെ പറ്റിയിട്ട് പറയണത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പല കേസുകളിൽ നിന്നും നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത ഒറ്റ കാരണം നിങ്ങളുടെ കുട്ടിയുടെ കരച്ചില്ല. ഈവൻ എനിക്ക് ഇഷ്ടം തോന്നിയതൊക്കെ നിങ്ങൾ ഡാഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കരഞ്ഞിട്ട് പുള്ളിക്കാരുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ കരച്ചിലാണ് വീണത്. അങ്ങനെ പല പെണ്ണുങ്ങളും ആ ഇതിൽ തന്നെ വീണ. ഇനി നിങ്ങൾ അതുപോലത്തെ ഒരു സിമ്പതി കിട്ടാനുള്ള പരിപാടി നിങ്ങൾ ഉണ്ടാക്കാൻ പോകേണ്ടതെന്ന് എനിക്കറിയാം. കാരണം ഇത്ര കാലം ഒരുമിച്ച് താമസിച്ചുല്ലോ. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത മൂവ് ഏകദേശം ഞാൻ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത ന്യൂസ് ഇതായിരിക്കും. അതുവരെ നിങ്ങളൊന്നും മിണ്ടില്ല. അടുത്ത ന്യൂസ് ആ സംഭവമാണ്. ഐ ആം വെയിറ്റിംഗ്. നമ്മൾ വിജയ് സാറൊക്കെ പറയില്ലേ, അതാണ്. എൻ്റെ ദൈവം, ഇതൊന്നും നിൽക്കണില്ലല്ലോ. ഞാൻ ടൈമർ ഇട്ടിട്ട് ഇത്തിരി കൂടിപ്പോയി. എന്തായാലും അല്ലാതെ അടിപൊളിയാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി. സീരിയസ്ലി അതൊരു വലിയൊരു കേസാണ്. കാരണം എന്താ വെച്ചാൽ ഈ കസ്തൂരി എന്ന് വന്ന കുറേ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇപ്പോൾ 2 കസ്തൂരിയുടെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 കസ്തൂരിയുടെ അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ കമൻറ്റ് ഇടുന്നത് മാത്രമല്ല പഴയ കമൻറ്റുകൾ പലതും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇട്ട് അവർ ഹൈഡ് ചെയ്ത് അൺഹൈഡ് ചെയ്താൽ ഓക്കെ ഇപ്പോൾ നോക്കുമ്പോൾ കാണാമല്ലോ എന്ന് പറയും. സോ 2 വേണമെങ്കിലും ആവാം, എനിക്ക് എന്തായാലും കാണാനില്ല. അതുപോലെ തന്നെ ആ സ്ക്രീൻഷോട്ടിലിട്ട പല കാര്യങ്ങളും ഇപ്പോൾ അതിൽ അവർ മോഡിഫൈ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ പലതും. അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ പ്ലാൻ ചെയ്യണമെന്ന് അറിയില്ല. ആ പ്ലാൻ ചെയ്യണതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അതൊക്കെ ഒന്ന് മാറ്റി കുറുക്കി. എന്തായാലും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എല്ലാം ഒന്നൊരു മയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഭയങ്കര ഒരു വൃത്തികെട്ട ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ആക്ച്വൽ ലാംഗ്വേജിൽ. ഇപ്പോൾ പക്ഷേ കുറച്ച് മയം വന്നിട്ടുണ്ട്, ഒരു വാക്കിനൊക്കെ ഇത്തിരി ശുദ്ധി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബാഡ് വേർഡും കൂടി കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നിങ്ങളെ ആണ് എന്ന് ഓർമ്മ വന്നത്. ഓക്കെ, ആക്ച്വലി ഇനിയൊരു വേറെ കമൻറ്റ് കൂടി ഉണ്ട്, അതെനിക്ക് മിസ്സായിട്ട് അതും കൂടി ആഡ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. ഞാൻ ഹസ്ബൻഡായിട്ട് വിചാരിക്കുന്ന ആളിനെ ഞാനെന്തിനാ പേഷ്യൻ്റായിട്ട് കാണണേ? ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിലും ഒരു ലിവർ പേഷ്യൻ്റ് അല്ലെങ്കിൽ സിറോസിസ് ആയിട്ട് വന്നിട്ടുള്ള ആളൊക്കെ എന്തിനാ ഒരു MBBS ജസ്റ്റ് കഴിഞ്ഞൊരു കുട്ടീനൊക്കെ കാണേണ്ട ആവശ്യം? അത് ഇത്ര വലിയ കാശുള്ള ആൾ, എനിക്ക് അത്ര വലിയ പൊസിഷനൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഇവർ വിട്ടിട്ടില്ല. ഞാൻ തന്നെയാണ് പുള്ളിക്കാരിനെ കുറച്ച് മുമ്പ് പറഞ്ഞു, പുള്ളിക്കാരി എന്താണ് ഡോക്ടറിനോടൊക്കെ നന്ദി പറയണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേഷ്യൻ്റാണ്, അപ്പോൾ എന്നോടാണോ നന്ദി പറഞ്ഞത്? സത്യമായിട്ട് ഞാൻ പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ
അപ്പോൾ ഫോളിങ് ഇൻ ലവ് ബിക്കോസ് ഹീ ഈസ് എൻ ആക്ടർ ഓർ സംതിങ് ഷോസ് ഹർ ഇറസ്പോൺസിബിലിറ്റി ആൻഡ് ഇമ്മച്യൂരിറ്റി. അപ്പോൾ നടന്മാരനോടൊന്നും ആർക്കും പ്രേമം തോന്നാൻ പാടില്ലേ? സത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയുടെ ഡോക്ടറല്ല, ഞാൻ ഒരു തരത്തിലും പുള്ളിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഓക്കെ, മാരേജ് അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ഞാൻ എപ്പോഴാണ് ട്രീറ്റ് ചെയ്തതെന്നൊന്ന് പറയണം. അത് എൻ്റെ ഭയങ്കര വിനീതമായ റിക്വസ്റ്റാണ്. ഇതിനു മുമ്പ് ഇതിന് മോശമായിട്ടുള്ള രീതിയിൽ ഇവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വേറെ തരത്തിലുള്ള എഡിറ്റഡ് വെർഷനാണ്. 10 ദിവസം മുമ്പ് വന്ന വീഡിയോ ആയിരുന്നു. 8 ദിവസം മുമ്പ് ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അത് അവർ ഡിലീറ്റ് ആക്കിയിട്ട് ഇന്നലെ ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഡിലീറ്റ് ആക്കി പുതിയ കമൻറ്റ് ഇട്ടതാണ്. അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്ക് ഇതൊന്നും കണ്ടാൽ വലിയ വിഷമം തോന്നില്ല. കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് കണ്ടപ്പോൾ നന്നായിട്ട് വിഷമം തോന്നി. ഓക്കെ, ആൾ വൾണറബിൾ പൊസിഷനിലായ കാരണമാണ് റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്തത്. ആക്ച്വലി ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ ഇടുമ്പോൾ എനിക്ക് പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ജീവിതകഥ മൊത്തം പറയുമ്പോൾ എനിക്ക് ദൈവം കൊണ്ടുവന്നതാണ് നിന്നെ സംരക്ഷിക്കാൻ നിന്നോട് പറഞ്ഞ ആൾ അവസാനം ഞാൻ സംരക്ഷിക്കേണ്ടി വന്നതാണ് അതിൻ്റെ ഒരു കഥ. അതായത് ഞാൻ അറിയാണ്ട് ഞാൻ ഓക്കെ, ഈവൻ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്ക് ഇനിയിപ്പോൾ എന്ത് രോഗം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ പ്രേമം അത് ബേസ് ചെയ്തിട്ടല്ല. ഞാൻ ഒരാളിനെ ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. പക്ഷേ അതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല, അത് വേറെ കാര്യം. In scenes they were not compatible due to their professional, cultural, religious differences. So they mutually ended their relationship. ഈ മ്യൂച്വലി എൻഡ് ചെയ്യാൻ നിങ്ങളാണോ എൻ്റെ ഇടയിൽ വന്നിട്ട് നിന്നുണ്ടായിരുന്നത്? ഞാൻ മ്യൂച്വലി എൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഡിവേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളെങ്ങനെയാണ് അത് മ്യൂച്വലി എൻഡ് റിലേഷൻഷിപ്പ്? ഞാൻ അത്ഭുതപ്പെട്ടു കല്യാണം കഴിച്ചപ്പോൾ. അയാൾ വേറെ പെണ്ണുങ്ങളിനൊക്കെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. നമ്മളിനി മക്കളെ വിളിച്ച് പറയുമല്ലോ, കുറച്ച് കാലം അവിടെ നിന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്നൊന്നും വിചാരിച്ചില്ല. അത് ഓൾറെഡി അറിഞ്ഞിട്ടാണല്ലോ ഞാൻ ഇറങ്ങി പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ എന്താക്കി ഓക്കെ എന്തെങ്കിലും ആകട്ടെ. പിന്നെ ഓക്കെ അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ദർ ഇസ് നോ പോയിന്റ് ഇൻ ബ്രിങ്കിങ് ഹിസ് പാസ്റ്റ് ഓർ ദ വുമൻസ് പാസ്റ്റ്. ഓ മൈ ഗോഡ്, വെരി മച്ച് ടു മച്ച് കോമഡി. കാരണം എൻ്റെ പാസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഒരാളുടെ പേരൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അപ്പം തന്നെ ഞാൻ ആക്ച്വലി ആ കമൻറ്റ് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നെ പറ്റിയിട്ട് എൻ്റെ ഹിസ്റ്ററി മൊത്തം പഴയ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടൊക്കെ ഇതേ പറ്റിയിട്ട് ഞാൻ പറയും, ഇതിനെപ്പറ്റി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് പല സമയത്ത് ഞാൻ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഞാൻ പല മെഡിക്കൽ വീഡിയോകളും ഇട്ടിരുന്നു. അങ്ങനെ ഇട്ട ഒരു വീഡിയോ ആയിരുന്നു അവസാനം. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടടക്കം എന്നെ ഇതേപോലെ ഭീഷണികൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു ആ കമൻറ്റൊക്കെ. കാരണം വെറുതെ എന്തിനാ ഇങ്ങനെ ഇതുപോലെ റിയാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വേണ്ടല്ലോ. നമ്മൾ റിയാക്ട് ചെയ്യാൻ പോയാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി റിയാക്ട് ചെയ്യും, നമുക്കതിന് ഒരു റെസ്പോൺസും കിട്ടില്ല, നമുക്ക് നീതിയൊന്നും കിട്ടില്ല എന്നൊക്കെ പണ്ടേ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും ഈവൻ എനിക്ക് ഒരു അടി കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ അറിയില്ല. നമ്മുടെ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷൻ ആൾക്കാരൊക്കെ വന്ന് അപ്പോഴേക്കും ഇയാൾ ഇവിടുന്ന് ഓടി വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു റിട്ടേൺ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മൾ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തില്ല. പക്ഷേ ആൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോയാലാണ് പുള്ളി വരുള്ളൂ എന്നാണ് ഡിമാൻഡ്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഇനി ഇറങ്ങി പോകാണ്ടിരുന്നൊരു കാര്യമില്ല. അതിനു മുമ്പ് ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ ഈ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു നായ്ക്കുട്ടീൻ്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടം നായ്ക്കുട്ടീനെ. അപ്പോൾ ഞാൻ നായ്ക്കുട്ടീനെ എടുത്തിട്ട് പോകുന്ന നായ്ക്കുട്ടീനെ ഞാൻ കട്ടിട്ട് പോകുന്നു പറയും. കാരണം മുമ്പ് ഒരു തവണ ഞാൻ ഈ 6 മാസം ന്യൂമോണിയൊക്കെ വന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ആയെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്നെ പറ്റിയിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ടുകൊണ്ട് പോയതാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ടാ, അങ്ങനെ 25 ലക്ഷം രൂപ കട്ടെടുത്തിട്ട് പോയ ആളിനെ പിന്നെ ഇതിനെ വീണ്ടും വിളിച്ചിട്ട് വീട്ടിൽ കയറ്റിയോണേ, വീട്ടിലേക്കല്ല ഹോസ്പിറ്റലിലേക്ക് വയ്യാണ്ട് എടുക്കുമ്പോൾ ഇതിനെ വീണ്ടും വിളിച്ച് വരുത്തിയാണ്. കാരണം പുലർച്ചെ 3 മണിക്കാണ് എന്നെ വിളിച്ചിട്ട് ചോര ശ്രദ്ധിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് വരുത്തണത്. അവിടെ ആരുമില്ല സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. കാരണം അവിടെ ഡോക്യുമെന്റേഷൻ്റെ ഇതൊക്കെ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അറിയില്ല, പക്ഷേ ദൈവം എല്ലാതും കാണുന്നുണ്ടല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഡോഗിനെ എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഡോഗിനെ വിട്ടിട്ട് പോയ ഭക്ഷണം ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ. അപ്പോൾ ഞാൻ അപ്പത്തെ ഭക്ഷണം കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ലോയറിനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇറങ്ങി പോയാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ലെറ്റർ ആക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ആളിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചാവി കൊടുത്തിട്ട് പോരുക എന്ന് പറഞ്ഞിട്ട്. കാരണം ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റിയും താക്കോൽ മേടിച്ചിട്ടില്ല. കാരണം പോലീസൊക്കെ വന്ന കേസില്ല, അവർ താക്കോൽ മേടിച്ചില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സംഭവം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംഭവം പറഞ്ഞു. പക്ഷേ അപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ തീർക്ക്, അല്ലാണ്ട് ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. ആക്ച്വലി ഞങ്ങളോട് ലോയർ പറഞ്ഞത് ആ റെസിപ്റ്റ് കൊടുത്തിട്ട് ആ ലെറ്റർ കൊടുത്തിട്ട് താക്കോൽ കൊടുത്തിട്ട് ഒരു റെസിപ്റ്റ് വാങ്ങാനാണ് പറഞ്ഞത്. കാരണം എന്ത് വേണമെങ്കിലും അവസാനം അവിടെ നിന്ന് കട്ടെടുത്ത് പോയിന്ന് എന്ത് വേണമെങ്കിലും അടിച്ചു പൊളിച്ചു എന്ത് വേണമെങ്കിലും പറയാം. കാരണം നാക്കിനില്ലാത്ത ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. സോ ആ ഒരു കാര്യം പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ പേടിച്ചില്ല. അതിനു മുമ്പ് ഇന്നെ ഒരു പോലീസ് സ്റ്റേഷൻ, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ എന്നാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേരും നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ നിന്ന് വന്ന് തന്നെയാണോ അതോ ഇവരുടെ ഗുണ്ടകൾ വിളിച്ചാണോ പേടിപ്പിക്കാനൊക്കെ അറിയില്ല. ആളൊരു കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട്, ഞാനാണ് ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അയാളുടെ കയ്യിലൊക്കെ കോറിലുണ്ട് എന്നൊക്കെ പറഞ്ഞു.
പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടു, ആ കോറിലൊക്കെ അയച്ചു കൊടുത്തു, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, വക്കീലിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മൽപ്പിടുത്തൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യണത്. ആ സമയത്ത് നമ്മൾ മരണപ്രായത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കോറിലൊക്കെ വന്നൊന്നും വരാം, അതായിരിക്കാം ഉണ്ടായത്. എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചൊക്കെ ഓർമ്മയുണ്ട്. കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോര വന്നത് കയ്യിൽ നിന്നൊക്കെ ഉണ്ട്, ചോര വന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നീര് വന്നത് ഞാൻ എൻ്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പിച്ചി മാന്തിന്ന് പോയിട്ടുള്ള കുറേ ഫോട്ടോകൾ പോലീസുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ കംപ്ലയിൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ച് കോള്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ആ ഉണ്ടായ സമയത്ത് ഞാൻ അപ്പോൾ തന്നെ ഇൻ ബിറ്റ്വീൻ ദ സിറ്റുവേഷൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിച്ച ഉടനെ നിങ്ങൾ ക്യാമറ നോക്കിയാൽ കോളിൻ്റെയും നിങ്ങളുടെ ആ ക്യാമറയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാളപ്പം ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ളതും. അതുപോലെ തന്നെ പോലീസുകാർ ഇതിൻ്റെ മുഖവും ഇതൊക്കെ കണ്ടതാണ്. അവരെന്നോട് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. അവർക്ക് പേടിയാണ് റിട്ടേൺ കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഇവരുടെ കേസ് ആക്ഷൻ എടുക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആൾക്കാർ എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് കണ്ടായിരുന്നു. അന്ന് വന്ന ആൾക്കാർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു. കാരണം ഞാൻ അതിന് മുമ്പും ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ആക്ച്വലി ഇങ്ങേര് 2 ചെക്കന്മാരനെ അടിച്ചിട്ട് അവർ റിനെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ട് പോലീസ് കേസൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതെന്തോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് എന്തോ അവരെടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അവനെ വിളിപ്പിച്ചിട്ട് തല്ലിയത്. ആക്ച്വലി പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. പക്ഷെ പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹെൽമെറ്റ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ്. അയാളെ നല്ല അടിച്ചു. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അവർ പോയിട്ട് റിനെ മെഡിസിറ്റിയിൽ അഡ്മിറ്റായി. പലതരത്തിൽ ഇയാൾക്ക് കോൾ വരുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഇയാൾ ഒരു കട ഉദ്ഘാടനത്തിന് പോവാം. എനിക്ക് പേടി. ഞാൻ അന്ന് ഒരു 21 ഡേയ്സിന് റിനയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാണ് വലിയ കഥ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ട് വയ്യാണ്ടാവും. അപ്പോൾ അന്ന് ഞാൻ ലീവ് എടുത്തു. അന്ന് ലീവ് എടുത്തിട്ട് എൻ്റെ ഡോറിൻ്റെ അവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. പുള്ളി ഈ എയർ ഗണ്ണ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ബോഡി പുള്ളിയും പേടിച്ചിട്ടാണ്. അതുകൊണ്ട് ബ്ലാക്ക് കാറ്റിനൊക്കെ വിളിച്ച് വീണ്ടും വേറെ കുറച്ച് 2-3 ചെക്കന്മാരായിട്ട് പോകണം. കാരണം അടിച്ചാക്കാർ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട്. അവർ പിന്നെ എന്തിനാ കേസിന് പോകാണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് പിന്നെ അവർ വന്നു എന്ന് അപ്പുറത്തെ വീട്ടുകാരിനോട് പറഞ്ഞു. ഡോറ് കൊട്ടി അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയോട് എന്തോ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പേടിയായി. ഇയാളിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അങ്ങനെ ഓൾറെഡി കുഴപ്പമുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഭാര്യ ഒറ്റയ്ക്കാണല്ലോ. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡോറ് ഗ്ലാസ് ഡോറാണ്. അത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പ്രശ്നമുള്ള സമയത്ത് ഓൾറെഡി എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഞാനും പറ്റുന്ന വെച്ചപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ സെൽഫ് കെയർ നോക്കിയിട്ട് പോയി. ഇങ്ങനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഇന്നെ കൊണ്ടുപോകാണ്ട് പോകാനുള്ള കാരണങ്ങൾ വേറെ ഉണ്ട്. വേറെ കുറച്ച് ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ പറയുന്നില്ല. കുറച്ച് സസ്പെൻസുകൾ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറിയണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചപ്പോൾ പ്രാർത്ഥിക്ക്. ഓ മൈ ഗോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ആദ്യം ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്ക് ഇവിടെ 2-3 ആഴ്ചയായി ബെല്ല് റിങ് ചെയ്യണു, ആദ്യം വാതിലുമ കൊട്ടി, എനിക്ക് പേടിയാവുണ്ട്, ആരാന്നറിയാൻ എനിക്ക് മാർഗ്ഗമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നു, നന്നായിട്ട് സംസാരിച്ചു. പക്ഷേ പോലീസ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. പുള്ളി പെട്ടെന്ന് എത്തി. അത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എത്തിയെന്ന് എനിക്കറിയില്ല. അതുവരെ എൻ്റെ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പോലീസുകാർ സംസാരിക്കുന്നവരൊക്കെ. അത് ആ ഒരു സംഭവം കൂടി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ടതെന്ന് അറിഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താ വട്ടാണോ എന്ന്. ഞാൻ അപ്പോൾ ഇന്നേ ജീവന ഭയം തോന്നിയ സമയത്താണ് അന്ന് വിളിച്ചത്. ഇന്നും എനിക്ക് അടി കിട്ടിയിട്ട് ഇത് കൺട്രോളില്ല. അന്നേക്ക് കിട്ടിയത് ഈ ഫിസ്റ്റ് ചുറ്റിയിട്ടാണ് എൻ്റെ മോന്തിക്ക് അടി കിട്ടിയത്. മാത്രമല്ല എൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും, എൻ്റെ വിരൽ പിടിച്ച് ഒടിക്കാൻ നോക്കുക, മുടി പിടിച്ചിട്ട് വലിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിച്ചപ്പോൾ അങ്ങനെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിക്കാനുള്ളതല്ലേ പോലീസ് സ്റ്റേഷൻ. എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷേ എനിക്കറിയില്ല, ഞാൻ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ. എനിക്ക് പല ഈ ചിന്തകളുടെ മാറ്റം വന്നത് ആ ഒരു ജീവിതത്തിൽ നിന്നാണ്. നമുക്ക് സാധാരണക്കാരായ ചിലപ്പോൾ ജസ്റ്റിസ് ഒന്നും കിട്ടിയെന്ന് വരില്ല എന്നുള്ളൊരു ബോധം വന്നത് അവിടുന്ന്. എന്നോട് അയാൾ വിളിച്ചിട്ട് ചോദിച്ചത് നിങ്ങൾ പല തവണയായിട്ട് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഒരു തവണ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടാണ്. എൻ്റെ ഭർത്താവ് എന്ന് എനിക്ക് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, പേടിച്ചിട്ട് വിളിച്ചതാണ്. വേറെ ഇതുണ്ടായിരുന്നില്ല. മുന്നേ അവരുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഗുജറാത്തിലത്തെ പോലീസ് അടിപൊളിയാണ്. ഞാൻ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ശരിയാക്കാം. ഞാൻ പറഞ്ഞ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ പീപ്പിളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾക്കിത് കേട്ടിട്ടൊന്നും സഹിക്കാൻ പറ്റില്ല നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയിട്ട് 5, 6, 7 കല്യാണം കഴിക്കുക, ഒരു കുഴപ്പമില്ല. സിസ്റ്റർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്ക്, ഇനി കേസ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളതിനെ വിളിച്ചിട്ട് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ റെസ്പോൺസ് എവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല സത്യമായിട്ട്. എനിക്കിതൊക്കെ എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ കോൺസിക്വൻസസ് എന്നറിയില്ല. ഞാനധികം കേസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കേസുകളൊന്നും പോയിട്ടില്ല. എനിക്ക് എവിടെ നിന്നാണ് സംരക്ഷണം കിട്ടുക എന്നറിയില്ല. ഈ വീഡിയോ ഞാൻ ഇതിടുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല 58 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കുന്നു 2 മിനിറ്റിൽ കഴിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓരോ കമൻറ്റ് വായിച്ചു വരുമ്പോൾ നമുക്ക് ഇമോഷണലിൽ കുറച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെറ്റായി പോയോ എന്ന് എനിക്കറിയില്ല. കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇത് അറിയില്ല, നിങ്ങൾ എനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞ കാരണം ബോധമില്ലാത്ത ആൾക്കാരെ എങ്ങനെ വേണമെങ്കിലും ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ. ഓക്കെ, പിന്നെ ഈ ബോധമില്ലാത്ത ആൾക്കാരനെ വിത്ത് കൺസെൻറ്റ് ഓൾസോ എന്താണ് എന്നിട്ടാണ് ഈ മറ്റേ പരിപാടി ചെയ്യണത് ഒഫൻസാണെന്നാണ് ഞാൻ ഫോറൻസിക്കിൽ പഠിച്ചോണേ. അപ്പോൾ നിങ്ങൾ ബോധമില്ലാന്നാണ് വിചാരിക്കണമെങ്കിൽ, ഐ മീൻ ബോധമില്ലാന്നാണ് നിങ്ങൾ പറഞ്ഞു വരണമെങ്കിൽ നിങ്ങൾ ബോധമില്ലാത്ത ഒരാളിനെ ഇട്ട് മറ്റേ പരിപാടി ചെയ്ത പോലെ ആയിരിക്കും. എന്തായാലും വാട്ടെവർ, എനിക്കിപ്പോൾ യാതൊരു പ്രതീക്ഷയില്ല എനിക്ക് നീതി കിട്ടുന്നൊന്നും. കുറച്ച് ആൾക്കാർക്ക് ആദ്യം കുറച്ച് ആവേശമൊക്കെ ഉണ്ടായിരിക്കും, കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും താങ്ക് യു. കുറേ ആൾക്കാർ പല രീതിയിൽ എൻ്റെ റിലേറ്റീവ്സോ ആരും ചെയ്യാത്ത പല സഹായങ്ങൾ പലരും വാക്കുകളാലും പല തരത്തിൽ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. താങ്ക് യു ഫ്രം മൈ ഹാർട്ട്, താങ്ക് യു പറയുന്നുണ്ട്. പക്ഷേ എല്ലാതും കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അത് ഇതിനാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്, ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് കേസൊന്നുമില്ല, ഇപ്പോൾ നടന്ന കേസല്ല. ആക്ച്വലി എനിക്ക് വിഷമം തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നുണ്ട് ഇത്ര ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. കുറേ യൂട്യൂബ് ചാനലുകൾ, കുറേ ആൾക്കാരോട് നന്ദി പറയണം തോന്നുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈവൻ മെസ്സേജിൽ പറഞ്ഞാണ് എനിക്കെന്തെങ്കിലും പറ്റുമെന്ന് ആലോചിച്ചിട്ട് അവരുടെ ഉറക്കം പോയിന്ന്. സത്യമായിട്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറ്റാല്ല, ഓൾറെഡി അത് ഞാൻ കൂടുതലൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു. സോ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായിട്ട് ചെയ്യണതാണ്. അതായത് ഇനി എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കൊന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇനിയിപ്പോൾ എൻ്റെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല, ഞാനായിട്ട് കൂടിയിട്ട് ആ തുണിയില്ലാത്ത ചിത്രം നിങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടാലും എനിക്ക് കുഴപ്പമില്ല, എന്ത് തരത്തിൽ നിങ്ങളെന്നോട് പറ്റിയിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ആ തരത്തിലാക്കി തന്നതാണ്. എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയും. അത് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ അത് ഞാൻ കുറേ കാലം എന്തെങ്കിലും ആവട്ടെ, വാട്ടെവർ, ബൈ.